ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സീക്രട്ട് റിലേഷൻഷിപ്പ് എന്ന സീരീസിൻ്റെ 5ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് സിയോങ് ആണെങ്കിൽ ഓഫീസിലേക്ക് വരുന്നതാണ്. ആ സമയം അവൻ്റെ മുഖം ഒരുമാതിരി ഇരിക്കുന്നുണ്ട്. അവനങ്ങനെ ലിഫ്റ്റിൽ കയറാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈമിന് അവൻ്റെ മൈൻഡിൽ മൊത്തം ഉള്ളത് കഴിഞ്ഞ ദിവസം ധാവോനെ വീട്ടിൽ കൊണ്ടാക്കിയപ്പോൾ അവന് കിസ് ചെയ്തതും പിന്നെ ധാവോനാണെങ്കിൽ അവനെ സിയോങ് എന്ന് വിളിക്കുന്നതിന് പകരം ജെയ്മിൻ എന്ന് വിളിച്ചതുമാണ്. അങ്ങനെ മറ്റൊരാളെ പേര് വിളിച്ചതുകൊണ്ട് തന്നെ ഇവനാണെങ്കിൽ വല്ലാണ്ട് ഇറിറ്റേറ്റഡ് ആയിട്ടും കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം ലിഫ്റ്റ് ഓപ്പൺ ആവുന്നുണ്ട്. ഇവൻ ലിഫ്റ്റിലേക്ക് കയറുമ്പോൾ തന്നെ ധാവോൻ ഓടി വന്ന് ലിഫ്റ്റിലേക്ക് കയറുകയാണ്. എന്നിട്ട് ഗുഡ് മോർണിംഗ്, നീ ഇന്നലെ എങ്ങനെയാണ് വീട്ടിലേക്ക് എത്തിയത്? ഞാൻ എങ്ങനെ വീട്ടിലെത്തിയെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല, ഞാൻ ഭയങ്കരമായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചപ്പോൾ നിനക്കും കൂടെ വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രിങ്ക്സ് കൊടുക്കുന്നുണ്ട്. ആ സമയം സിയോങ് ആണെങ്കിൽ അതൊന്നും വാങ്ങുന്നില്ല. പകരം നിനക്ക് ഇന്നലെ രാത്രിയിലത്തെ ഒരു കാര്യം ഓർമ്മയില്ലേന്ന് ചോദിക്കുകയാണ്. ആ സമയം ധാവോൻ എന്തു പറ്റി, ഞാൻ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ സിയോങ് ആണെങ്കിൽ ആ ചെയ്തു, നീ വളരെ മോശമായിട്ടുള്ളൊരു കാര്യം തന്നെ ചെയ്തു, നീ ആണെങ്കിൽ എന്നെ കിസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ആ സമയം ധാവനാണെങ്കിൽ എൻ്റെ ദൈവമേ ഞാൻ എന്താ ചെയ്തത് എന്നുള്ള രീതിയിലൊന്ന് ഷോക്കായി നിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ എൻ്റെ അടുത്ത് തിരിച്ച് എന്ത് മറുപടിയാണ് പറയേണ്ടതെന്നുള്ള ഉത്തരം നിനക്ക് ഇപ്പോഴേ കിട്ടിക്കാണുമല്ലോ. പിന്നെ ആ ഷിൻജേമിൻ അവനാണെങ്കിൽ എന്നിങ്ങനെ സിയോങ് പറഞ്ഞു തുടങ്ങുന്നുണ്ട്. എന്നാൽ ഒന്നുമില്ലയെന്ന് പറഞ്ഞിട്ട് ലിഫ്റ്റ് ഓപ്പൺ ആകുന്നതും അവൻ ഇറങ്ങി പോകുന്നുണ്ട്. ആ സമയം ധാവനാണെങ്കിൽ എന്താണ് ഇനി ചെന്ന് പറയേണ്ടത് എന്ന് അറിഞ്ഞുകൂടാതെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം ധാവൻ വാഷ്റൂമിൽ ചെന്ന് നിന്നിട്ട് ഞാൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയേ, ഞാനിപ്പോൾ എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതേസമയം ജെയ്മിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ രാവിലെ തന്നെ സ്കൂളിൽ വന്നിങ്ങനെ ഇരിക്കുന്നുണ്ട്. അവനങ്ങനെ അവൻ്റെ ഓഫീസിൽ ഇരിക്കുന്ന ടൈമിന് കഴിഞ്ഞ ദിവസം രാത്രിയിൽ സുഹ്യോനാണെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇവൻ്റെ അടുത്ത് വന്നിട്ട് ദേഷ്യപ്പെട്ട് ഇവനെ വഴക്ക് പറഞ്ഞേക്ക് ശേഷം നീ ഇനി ധാവോൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട, അവനെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഓഫീസിൽ നിന്ന് പോയി കഴിയുമ്പോഴത്തേക്കും സുഹ്യോൻ എങ്ങാനും അവനെ കാണാനായിട്ട് പോയാലോ എന്ന് കരുതിയിട്ട് അപ്പോൾ തന്നെ ജെയ്മിൻ അവൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ധാവോൻ്റെ വീട്ടിലേക്ക് ചെന്നായിരുന്നു. അങ്ങനെ അവിടെ അവനാണെങ്കിൽ കാറ് പാർക്ക് ചെയ്തിട്ട് കാറിൻ്റെ അകത്ത് തന്നെ ഇരുന്ന ശേഷം ധാവോന് മെസ്സേജ് അയച്ചിട്ട് അത് പിന്നെ എനിക്ക് ഇതിൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്, സുഹ്യോൻ എങ്ങാനും നിന്നെ മീറ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ എന്നിങ്ങനെ ടൈപ്പ് ചെയ്യുന്ന ടൈമിനാണ് നമ്മുടെ ധാവോനെ സിയോങ് ആണെങ്കിൽ കുടിച്ചതുകൊണ്ട് തന്നെ ഹെൽപ്പ് ചെയ്ത് അങ്ങ് റൂമിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകുന്നത് കാണുന്നത്. ആ സമയം ആ ഒരു ഇത് കണ്ടിട്ട് ഇവനാണെങ്കിൽ ആ മെസ്സേജ് അയക്കാൻ തുടങ്ങിയത് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. അതേസമയം ഇവനെ സിയോങ് ആണെങ്കിൽ അങ്ങനെ കൊണ്ടുപോകുന്നത് ഇവ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഇവ പ്രസൻറ്റിലേക്ക് വരുമ്പോൾ അവൻ ആ കാര്യമൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് നേരെ ഫോൺ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഗുൻഹോ ആണെങ്കിൽ വീണ്ടും എങ്ങനെയെങ്കിലും ധാവോനെ മീറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂണിയന്. എന്നാൽ വീണ്ടും ചോദിച്ചപ്പോഴും ധാവോൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു മെസ്സേജ് ഇപ്പോഴാണ് ഇവ എടുത്ത് നോക്കുന്നത്. അങ്ങനെ ഇവനാണെങ്കിൽ ഞാൻ ഈ മെസ്സേജ് ഇപ്പോഴാണ് കാണുന്നത്, നമുക്കൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ, നീ ഫ്രീ ആണോ എന്ന് വെച്ചിട്ട് തിരിച്ച് ഗുൻഹോയ്ക്ക് ജെയ്മിൻ മെസ്സേജ് അയക്കുന്നുണ്ട്. അതിനുശേഷം സുഹ്യോനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് എന്തോ പോകാനായിട്ട് ഇറങ്ങുമ്പോൾ അവൻ്റെ അച്ഛൻ അങ്ങോട്ടേക്ക് നിന്നിട്ട് നീ എന്ത് പണിയാണ് കാണിച്ചു വെച്ചത്, ഇതാണോ നീ ഓഫീസ് നോക്കുന്നത്, ഇതാണോ നീ ഉത്തരവാദിത്തമുള്ളവനായത്, എന്ത് മോശം പണിയാണ് നീ കാണിച്ചു വെച്ചത്, നീ കാരണം കോൺട്രാക്ടർ പോകുന്നുള്ള അവസ്ഥയായില്ലേ എന്ന് പറയുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ അവൻ്റെ അച്ഛനാണെങ്കിൽ അവനെയാണ് വൈസ് പ്രസിഡൻ്റാക്കി ആ ഒരു മീറ്റിങ്ങിന് അയച്ചത്. അവിടെ വെച്ചാണ് ജുൻഹുവിനെ കാണുന്നതും ആ ഒരു കോൺട്രാക്റ്റ് തനിക്ക് എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ക്യാൻസൽ ചെയ്യുന്നതും. എന്നാൽ ആ ഒരു കോൺട്രാക്റ്റ് ഇവർക്ക് കിട്ടേണ്ട വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. എന്നാൽ ജുൻഹുവിനെ കണ്ടതുകൊണ്ട് തന്നെ അവൻ വേണ്ടെന്ന് പറഞ്ഞ് ഇട്ടെറിഞ്ഞ് വന്നതാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ അച്ഛനിപ്പോൾ നീ എന്ത് പണിയാണ് കാണിച്ചത്, ഞാൻ ഈ ജോലി നിനക്ക് ഏൽപ്പിച്ചത് നിന്നെ വിശ്വാസമുള്ളതുകൊണ്ടോ നിൻ്റെ അമ്മ പറഞ്ഞതുകൊണ്ടോ നിൻ്റെ ചേച്ചീനെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നോ എന്ന് കരുതിയിട്ടൊന്നുമല്ല, പക്ഷെ നിനക്ക് ഒരു ചാൻസ് കിട്ടണമല്ലോ എന്ന് കരുതിയതുകൊണ്ട് മാത്രമാണ്. എന്നാലും നീ അതൊക്കെ നശിപ്പിക്കാൻ തന്നെ നിൽക്കുകയാണല്ലേ, ഇതാണോ നീ ഉത്തരവാദിത്തം ഉണ്ടായിട്ട് എല്ലാം പ്രൂവ് ചെയ്ത് കാണിക്കുമെന്ന് പറഞ്ഞത്. നീയാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ കൺസ്ട്രക്ഷൻ്റെ ആ ഒരു കോൺട്രാക്റ്റ് നമുക്ക് തന്നെ പിടിക്കണം, അതൊരിക്കലും വിട്ട് കളയരുതെന്ന് പറയുന്നുണ്ട്. അതും പറഞ്ഞ് അവൻ്റെ അച്ഛൻ പോകുമ്പോഴത്തേക്കും അവൻ്റെ ഒരു ഫയലും കൂടെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ധാവനാണെങ്കിൽ ഇപ്പോൾ ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ സിയോങ് തൊട്ടടുത്ത് ഇവന് മൈൻഡ് പോലും ചെയ്യാതിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ധാവന് സംസാരിക്കണമെന്നൊക്കെ ഉണ്ട്, എന്നാൽ പറ്റുന്നില്ല. സിയോങ് ആ സമയം ഫയലൊക്കെ ഇവൻ്റെ കൊടുക്കുന്ന ടൈമിനും സിയോങ്ങിൻ്റെ അടുത്ത് സംസാരിക്കാമെന്ന് വിചാരിച്ചാൽ സിയോങ് അപ്പം തന്നെ കൊടുത്തിട്ട് അങ്ങ് തിരിഞ്ഞ് കളയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ധാവന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതേസമയം ബാക്കിയുള്ളൊരു ഫുഡ് കഴിക്കാൻ ടൈമായി വാ പോവാമെന്ന് പറഞ്ഞ് എഴുന്നേൽക്കുമ്പോഴത്തേക്കും സിയോങ് എപ്പോഴും ഇവരുടെ കൂടെ ഫുഡ് കഴിക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ അവന് വേണ്ടി സംസാരിക്കാൻ ഒരവസരം കിട്ടാനായിട്ട് ധാവോൻ ഞാനും നിങ്ങളുടെ കൂടെ വരാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ സിയോങ് ആണെങ്കിൽ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് നിങ്ങളൊക്കെ പൊക്കോ, എനിക്ക് വേറെ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ നടന്നു പോവാണ്. ആ സമയം വേറെ 2-3 പേര് എന്നിട്ട് ഞാൻ രാവിലെ തൊട്ടേ ശ്രദ്ധിക്കുന്നു, സിയോങ് ആണെങ്കിൽ ഭയങ്കര മൂഡ് ഓഫ് ആണല്ലോ, അവൻ എന്ത് പറ്റി കാണുമെന്ന് പറയുന്നുണ്ട്. ധാവോൻ ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെ ഒന്ന് അവനോട് പോയി സംസാരിക്കുന്ന ആലോചിക്കുകയാണ്. അങ്ങനെ ധാവോൻ ബാക്കിയുള്ളവരുടെ കൂടെ ഇറങ്ങി
ഇറങ്ങി അങ്ങ് പുറത്തേക്ക് പോകുന്ന ടൈമിന് അവനാണെങ്കിൽ സിയോങ്ങിന് മെസ്സേജ് അയച്ച് തുടങ്ങുന്നുണ്ട്. അതായത് എനിക്ക് എന്നോട് സംസാരിക്കണം, നീ ഫ്രീ ആണോ എന്ന് ചോദിച്ച്. ആ മെസ്സേജ് അയക്കുന്നതിന് മുമ്പേ തന്നെ അങ്ങോട്ടേക്ക് സുഹ്യോൻ വന്ന് ഇവൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. അങ്ങനെ സുഹ്യോനാണെങ്കിൽ ഇവന് പോകാതെ തടഞ്ഞു വയ്ക്കുമ്പോൾ ഇവനാണെങ്കിൽ ബാക്കിയുള്ളവരടുത്ത് നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞ ആക്ഷൻ കാണിക്കുകയാണ്. അങ്ങനെ ബാക്കി എല്ലാവരും പോകുന്നുണ്ട്. സുഹ്യോനപ്പോൾ നീ വാ നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാമെന്ന് പറയുമ്പോഴത്തേക്കും വേണ്ടാന്ന് പറയുന്നുണ്ട്. ആ സമയം സുഹ്യോൻ അതെന്താ നമ്മൾ ഒരു ടീമിലുള്ളതല്ലേ നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ വീണ്ടും ദാവൻ വേണ്ടാന്ന് പറയുമ്പോഴത്തേക്കും അതുവഴി സിയോങ് വരുന്ന കാണുന്നുണ്ട്. പെട്ടെന്ന് സിയോങ്ങിനെ എങ്ങനെ ഫേസ് ചെയ്യുന്ന ആലോചിച്ചിട്ട് ഇവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ സുഹ്യോൻ്റെ കൈയും പിടിച്ചിട്ട് നമുക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് അവനെയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ അവർ കാറിൽ പോകുന്ന ടൈമിന് സുഹ്യോനാണെങ്കിൽ നമുക്ക് ഏത് ഫുഡ് കഴിക്കാം, എവിടെ പോയി കഴിക്കാം, നമ്മൾ കോളേജിൽ പഠിക്കുന്ന ടൈമിന് പോയിക്കൊണ്ടിരുന്ന ആ സ്ഥലത്ത് പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ദാവനാണെങ്കിൽ എന്നെ ഓഫീസിൻ്റെ ഫ്രണ്ടിലേക്ക് ഇറക്കി വിട്ടേക്ക്, ലഞ്ച് ബ്രേക്ക് കഴിയാറായി, ഞാൻ തിരിച്ചു പോകണമെന്ന് പറയുന്നുണ്ട്. ആ സമയം സുഹ്യോൻ നിനക്ക് തോന്നുന്ന പോലെ നീ തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാനിരിക്കുവാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ദാവനും നീ എപ്പോഴും നിനക്ക് തോന്നുന്ന പോലെ ഓരോന്ന് കാണിച്ചു കൂട്ടല്ലേ, അപ്പോൾ പിന്നെ ഞാൻ ചെയ്താൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നുണ്ട്. സുഹ്യോനപ്പോൾ എനിക്കാണെങ്കിൽ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരണോ? ഇന്ന് തൊട്ട് ആ ഒരു റിസോർട്ട് കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ അകത്ത് നീയില്ല, പകരം നീയാണെങ്കിൽ എൻ്റെ കൂടെ വന്ന് വർക്ക് ചെയ്യും, അപ്പോൾ പിന്നെ നമുക്കെപ്പോഴും ഒരുമിച്ച് ഉണ്ടാകുകയും ചെയ്യാം, നിനക്കാണെങ്കിൽ ഈസി ആയിട്ടുള്ള വർക്ക് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും ദാവനാണെങ്കിൽ പറ്റത്തില്ല, ഞാനാണെങ്കിൽ ആ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിൽ തന്നെ വർക്ക് ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്കും ഞാനാണ് ഡയറക്ടർ, ഞാൻ പറയുന്നൊരു മാത്രമേ അതിൻ്റെ അത് നിൽക്കത്തുള്ളൂ, നീ ഇപ്പോൾ തൊട്ട് ആ ഗ്രൂപ്പിൻ്റെ അകത്തില്ല, ഞാൻ നിന്നെ പുറത്താക്കിയിരിക്കുന്നു, അതിന് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, നീ വെറൊരു എംപ്ലോയി അല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ദാവനാണെങ്കിൽ ഞാൻ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചോളാം എന്ന് പറയുന്നുണ്ട്. ആ സമയം സുഹ്യോന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ കാറാണെങ്കിൽ ഒരിടത്ത് സൈഡിൽ ഒതുക്കുവാണ്. ആ സമയം ദാവൻ ഉടനെ തന്നെ കാറിൽ നിന്ന് ഇറങ്ങി നടന്നു പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും സുഹ്യോനും ആ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ദാവൻ്റെ കൈ പിടിച്ചാണ് തടഞ്ഞിട്ട് നീ എങ്ങോട്ട് പോകാനാണ് നോക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം ഇവനാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് വിട്, നീ എന്തിനാ എന്നെ കയറി ഇങ്ങനെ ഭരിക്കാൻ വരുന്നത്, നിനക്ക് നിൻ്റെ കാര്യം നോക്കിയാൽ പോരെ നിൽക്കുമ്പോഴത്തേക്കും ദാവൻ്റെ അടുത്ത് സുഹ്യോനാണെങ്കിൽ ജെയ്മിൻ എന്ത് പറഞ്ഞാലും നീ അനുസരിക്കാൻ നിൽക്കുമല്ലോ, ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കാൻ പാടില്ലെന്ന് നോക്കുമ്പോൾ ജെയ്മിൻ നിന്നെപ്പോലെ ഒരുത്തനല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ജെയ്മിൻ ശരിക്കും എങ്ങനെയുള്ള ഒരുത്തനാണെന്ന് സുഹ്യോൻ മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ജെയ്മിൻ ആരാന്ന് ഇറക്കി കഴിക്കാൻ നീ ഇങ്ങനെയൊന്നും പറയത്തില്ല, ഒരു ജെയ്മിൻ അവൻ ആരാന്ന് അവൻ്റെ വിചാരം എന്ന് പറഞ്ഞിട്ട് ദാവുണ്ട് ആ മുഖത്ത് അതായത് കവിളിലായിട്ട് ഇവൻ ഇനി ഇറുക്കി പിടിക്കുന്നുണ്ട്. ആ ഒരു ദേഷ്യത്തിലും ഫ്രസ്ട്രേഷനിലും പിടിക്കുന്നതാണ്. എന്നാൽ ആ സമയം ദാവോട്ട കവിളിൻ്റെ സൈഡ് മുറിയുന്നുണ്ട്. അത് കാണുമ്പോൾ ഇവനെന്തോ ഭയങ്കര ഗിൽറ്റി ഫീലിംഗ് തോന്നുന്നുണ്ട്. ദാവനാണെങ്കിൽ ദേഷ്യവും വരുത്തിട്ട് അതിനുശേഷം സിയോങ്ങിനെ കാണിക്കുമ്പോൾ സിയോങ് ആണെങ്കിൽ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദാവോൻ്റെ അടുത്ത് നിന്ന് എസ്കേപ്പ് ആയതായിരുന്നു. അങ്ങനെ ഇപ്പം പുറത്ത് പോയിട്ട് ഫുഡ് വാങ്ങിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു വരുന്ന ടൈമിന് നോക്കിയപ്പോൾ ദാവോനും അവനും കാണാൻ പോയ ഹൊറർ സിനിമയുടെ പോസ്റ്റർ അവിടെ ഇരിക്കുവാണ്. അങ്ങനെ അത് നോക്കി ഇരുന്നിട്ട് അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന സിനിമ കണ്ടതും പിന്നെ കുറച്ച് മുമ്പ് ഓഫീസിൽ ഇരുന്നിട്ട് ദാവോൻ അവൻ്റെ അടുത്ത് സംസാരിക്കാൻ ശ്രമിച്ചതും ഒക്കെ ഇവ ആലോചിക്കുകയാണ്. ദാവോൻ തൻ്റെ അടുത്ത് മിണ്ടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് ഇവന് നല്ലപോലെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം ഇവൻ തിരിച്ച് ഓഫീസിലെ ക്യാൻറ്റീനിൽ വന്നിരുന്നിട്ട് ഫുഡ് കഴിക്കുന്ന ടൈമിന് ഇവൻ തന്നെ ഇവനോട് സ്വയം പറയുവാണ്, അത് പിന്നെ ഞാൻ എങ്ങനെ നിന്നെ അവോയ്ഡ് ചെയ്യാതിരിക്കും, അങ്ങനെ ഒരു സിറ്റുവേഷനല്ലേ ക്രിയേറ്റായി പോയെന്ന് പറയുന്നുണ്ട്. അതേസമയമാണ് അങ്ങോട്ടേക്ക് കറക്റ്റ് ദാവോനും കയറി വന്നിട്ട് ഒരു കോഫി ഉണ്ടാക്കുന്നത്. ആ സമയം ദാവോൻ്റെ കവൾ മുറുകിയിരിക്കുന്ന ഇവൻ കാണുന്നുണ്ട്. എന്നാൽ ദാവോനാണെങ്കിൽ അവൻ കാണാതെ അത് മറച്ചു പിടിക്കാൻ ശ്രമിക്കുവാണെങ്കിലും ഓൾറെഡി കണ്ടതുകൊണ്ട് തന്നെ സിയോങ് കൊണ്ട് എഴുന്നേറ്റ് ദാവോനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ചെന്നിരുന്നിട്ട് അവൻ്റെ ആ ഒരു മുറിവിൽ മരുന്ന് വെച്ച് കൊടുക്കാൻ നിൽക്കുകയാണ്. ആ സമയം ദാവൻ ഞാൻ വെച്ചോളാം എന്ന് പറയുമ്പോൾ സിയോങ് ആണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവന് വെച്ചു കൊടുക്കാൻ നിൽക്കുന്നുണ്ട്. ആ സമയം ദാവൻ നീ എന്തിനാ എന്നെ ഇത്രയും കെയർ ചെയ്യുന്നത്, എന്നെ അങ്ങ് അവോയ്ഡ് ചെയ്തുകൂടി എന്ന് ചോദിക്കുകയാണ്. ആ സമയം സിയോങ് ആണെങ്കിൽ നമ്മൾ രണ്ടുപേരും കിസ് ചെയ്തിട്ടേ ഇല്ല എന്നുള്ള രീതിയിൽ ഇരിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്, നീയാണെങ്കിൽ അവൻ്റെ പേര് പറഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ മിണ്ടാതിരിക്കാൻ പാടില്ലായിരുന്നു, ഞാനതിപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം ദാവനാണെങ്കിൽ അവൻ്റെ പേരോ ആര് എന്നിങ്ങനെ ചോദിക്കുന്നതും ജെയ്മിൻ ആരാ എന്ന് സിയോങ് ആണെങ്കിൽ തിരിച്ച് ചോദിക്കുന്നുണ്ട്. ആ സമയം ദാവനാണെങ്കിൽ മറുപടി പറഞ്ഞതിന് മുമ്പേ തന്നെ നിനക്ക് അവൻ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ ദാവനാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല, എന്തുകൊണ്ടാണ് ആ പേര് ഞാൻ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും സിയോങ് ആണെങ്കിൽ നീയാണെങ്കിൽ അവൻ ഇഷ്ടപ്പെടാതിരിക്കാവോ, ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് നിൻ്റെ അടുത്തുള്ള ഇഷ്ടം മറച്ചു വയ്ക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പ്ലീസ് അവനൊന്ന് ഇഷ്ടപ്പെടാതിരിക്കാവോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ദാവൻ നീ വിചാരിക്കും പോലെ ഞാൻ ഒരു നല്ല ആളല്ല, ഞാൻ നിന്നെ ഹേർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സിയോങ് ആണെങ്കിൽ നീ എന്നെ ഹേർട്ട് ചെയ്താലും കുഴപ്പമില്ല, ഞാനാണെങ്കിൽ അതൊന്നും കാര്യമാക്കുന്നില്ല, എനിക്ക് നിൻ്റെ കൂടെ ഉണ്ടായിരുന്നാൽ മതി, എനിക്ക് നിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം, അതിനെനിക്കൊരു ചാൻസ് തരുമെന്ന് ചോദിക്കുവാണ്. ആ സമയം ദാവനാണെങ്കിൽ തലയാട്ടുന്നുണ്ട്. അങ്ങനെ സിയോങ്ങിന് സന്തോഷമാവുന്നുണ്ട്. ദാവനാണെങ്കിൽ ആ ഒരു മുറിയിൽ മരുന്ന് വെച്ച് കൊടുക്കുകയാണ്. അതേസമയം ഈ സിയോങ് ഇത്രയും ക്ലോസ് ആയിട്ട് വന്നതുകൊണ്ട് തന്നെ ദാവൻ എന്തോ തോന്നുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ചൂടെടുക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോയി കളയുവാണ്. അതിനുശേഷം സുഹ്യോനെ കാണിക്കുമ്പോൾ ഇപ്പോൾ ഈവനിങ്
അവൻ്റെ ഓഫീസിൽ ഇരിക്കുവാണ്. ആ സമയം അവൻ്റെ കയ്യിൽ മരുന്നൊക്കെ ഉണ്ടായിരുന്നു. അവൻ കാരണം ദാവുണ്ട് ആ ഒരു കവിൾ മുറിഞ്ഞതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ദാവുന് കൊടുക്കാനായിട്ട് മരുന്നൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടിരിക്കുമായിരുന്നു. അതേസമയം ആ റിസോർട്ട് പ്രോജക്റ്റിൻ്റെ കാര്യം പറയാനായിട്ട് അവൻ ഒരാളെ വിളിച്ചിട്ട് ആ റിസോർട്ട് പ്രോജക്റ്റ് എങ്ങനെ നേടിയെടുക്കാൻ പറ്റുമെന്ന് നോക്ക്, അതിൻ്റെ പ്രോഗ്രസ് എവിടം വരെ എത്തിയെന്ന് നോക്ക്, അതിൻ്റെ വീക്ക്നെസ് എന്താണെന്ന് അന്വേഷിക്കുക, എനിക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വേണമെന്ന് പറയും കോൾ കിട്ടിയുന്നുണ്ട്. എന്നിട്ട് അവൻ തന്നെ സ്വയമായിട്ട് എന്തൊക്കെ വന്നാലും ഞാനത് നശിപ്പിക്കുമെന്ന് പറയാണ്. മേ ബി അത് കാരണം നമ്മുടെ ധാവനാണെങ്കിൽ എബ്രോഡ് പോകാനൊരവസരം വരും. അത് തടയാനായിരിക്കും സുഹ്യോൻ്റെ അടുത്ത് നിന്ന് ധാവൻ ദൂരേക്ക് പോകാതിരിക്കാനായിരിക്കും അവനിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് നിൽക്കുന്നത്. അതിനുശേഷം അടുത്ത് ധാവനെ കാണിക്കുമ്പോൾ അവൻ ഈവനിങ് കുളിച്ചിട്ടൊക്കെ ഇങ്ങനെ റൂമിൽ വന്നിരിക്കുമ്പോഴത്തേക്കും എന്തോ കാര്യം എടുക്കാനായിട്ട് അവനൊരു ഡ്രോയർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ആ സമയം ജെയിമിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ച ആ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് അവിടെ ഇരിക്കുന്ന കാണുമ്പോഴത്തേക്കും അവൻ്റെ ശ്രദ്ധ അതിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവൻ്റെ ഫോൺ എടുത്തിട്ട് ജെയിമിന് അയക്കാനായിട്ടൊരു മെസ്സേജ് ടൈപ്പ് ചെയ്യാണ്. ജെയിമിൻ, അന്ന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതിന് സോറി, നീ ഫ്രീ ആണെങ്കിൽ നമുക്കൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ആ മെസ്സേജ് അയക്കുന്നതിന് മുമ്പേ തന്നെ സിയോങ് ആണെങ്കിൽ ഇവനൊരു മെസ്സേജ് അയച്ചിട്ട് നീ ഉറങ്ങിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഇല്ല എന്ന് പറയുന്നത് ഉടനെ തന്നെ സിയോങ് ഇവനെ കോൾ ചെയ്യാണ്. അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്തിട്ട് ഹലോ എന്താ കാര്യം ചോദിക്കുമ്പോഴത്തേക്കും സിയോങ് നീ നാളെ ഏത് ഡ്രസ്സാണ് ഇടുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം ധാവനാണെങ്കിൽ ആ ഡ്രസ്സ് കിടക്കുന്നതൊക്കെ ഒന്ന് നോക്കിയ ശേഷം മേ ബി ഒരു ബ്ലാക്ക് കളർ ഡ്രസ്സായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും വേറെ ലൈറ്റ് ഷെയ്ഡ്സ് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ധാവൻ പോയി നോക്കുമ്പോൾ ഒരെണ്ണം ഉണ്ടായിരുന്നു, ഒരു ബേജിൻ്റെ ഒരു ഡിസൈൻ പോലെ വരുന്നത്. അപ്പോൾ അത് ഓക്കെ, നല്ലതാ, അത് മതി, ടാറ്റാന്ന് പറഞ്ഞിട്ട് അവൻ കോൾ കിട്ടിയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അടുത്ത ദിവസം ധാവനാണെങ്കിൽ ആ ഒരു ലൈറ്റ് ഷെയ്ഡിലുള്ളത് ഇട്ടുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ വന്നിട്ട് അവൻ നിൽക്കുമ്പോഴാണ് ആ സമയം കറക്റ്റ് അങ്ങോട്ടേക്ക് സിയോങ് വരുന്നത്. സിയോങ് ആണെങ്കിൽ നമ്മുടെ ധാവൻ ഇട്ടേക്കുന്ന പോലെയുള്ള ലൈറ്റ് ഷെയ്ഡ് തന്നെയായിരുന്നു ഇട്ടേക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ ഒരുവിധം മാച്ചിങ് ആയിട്ട് വരുന്ന ഒരു ഡ്രസ്സ്. ആ സമയം അങ്ങോട്ടേക്ക് മാനേജർ വന്നിട്ട് അല്ല നിങ്ങളുടെ ഒരു സെയിം ഡ്രസ്സാണല്ലോ ഇട്ടേക്കുന്നത്, നിങ്ങൾ തന്നെ മാച്ചിങ് പറഞ്ഞ് ഇട്ടതാണോ എന്നിങ്ങനെ ചോദിക്കുന്ന ടൈമിന് സിയോങ് ആണെങ്കിൽ അത് പിന്നെ ഞാൻ ഇന്നലെ ഇവരെ കോൾ ചെയ്തിട്ട് ചോദിച്ചതാണെന്ന് പറയാൻ വരുന്നുണ്ട്. എന്നാൽ അതിനു മുമ്പേ തന്നെ സിയോങ്ങിൻ്റെ കാലിലിട്ട് ധാവനൊന്ന് ചവിട്ടിയിട്ട് അല്ല ഞങ്ങൾ കോയിൻസിഡൻസ് ആയിട്ട് ഇട്ടയാന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അന്ന് ഫുൾ ടൈം ഓഫീസിൽ ഫുഡ് കഴിക്കുന്ന ടൈമിനും വർക്ക് ചെയ്യുന്ന ടൈമിനും മീറ്റിംഗ് ചെയ്യുന്ന ടൈമിനും മൊത്തം നമ്മുടെ സിയോങ് ആണെങ്കിൽ ധാവൻ്റെ പുറകെ തന്നെ നടക്കുകയാണ്. വർക്ക് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പോലും ഞാനും കൂടായിരുന്നു എന്ന് പറഞ്ഞ് പുറകെ പോകുന്നുണ്ട്. ധാവനാണെങ്കിൽ എങ്ങനെയൊക്കെയോ എസ്കേപ്പ് ആവാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാൽ നടക്കുന്നില്ല. അങ്ങനെ ഒരിടത്തെത്തിയപ്പോൾ ധാവനാണെങ്കിൽ നീയാണെങ്കിൽ എൻ്റെ അടുത്ത് ഇന്നലെ ചോദിച്ചു നിന്നെ എൻ്റെ അടുത്തേക്ക് നിർത്താവോ, കൂടെ നിൽക്കാനായിട്ട് സമ്മതിക്കാവോ എന്ന്. ഞാൻ അത് സമ്മതിച്ചെന്നും പറഞ്ഞുകൊണ്ട് നീ 24 മണിക്കൂർ എൻ്റെ പുറകെ നടക്കുവാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും സിയോങ് ആണെങ്കിൽ നിനക്കത് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തു എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല, പക്ഷേ ഓഫീസിൽ ഒത്തിരി ആൾക്കാരുള്ളതല്ലേ എന്ന് പറയാണ് സിയോങ്. അപ്പോൾ ഓഫീസിൻ്റെ പുറത്താണെങ്കിൽ കുഴപ്പമില്ലല്ലേ, നമ്മളിപ്പോൾ ഓഫീസിൻ്റെ പുറത്തല്ലേ, ഞാനാണെങ്കിൽ ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിവിടെ അടുത്ത് തന്നെ, നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ധാവണിനെ കൊണ്ട് പോവുകയാണ്. എന്നാൽ ഫുഡ് കഴിക്കാൻ പോകുന്നതിന് മുമ്പേ ഒരു ഫോട്ടോ ബൂത്തൊക്കെ ഉള്ള സ്ഥലത്തേക്ക് ധാവണിനെ കൊണ്ടുവരുമ്പോൾ ധാവൻ നമ്മൾ ഫുഡ് കഴിക്കാനല്ലേ പോകുന്നതെന്ന് വെച്ചപ്പോൾ അതിനു മുമ്പ് നമുക്കൊന്ന് എൻജോയ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ധാവന് ഒരു ക്യൂട്ട് ബോ സിയോങ് വെച്ച് കൊടുക്കുന്നുണ്ട്. സിയോങ്ങും അവൻ്റെ തലയിൽ ഒരു കുഞ്ഞൊരു ക്യൂട്ട് ബോ വെച്ചിട്ട് നമുക്ക് ഈ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവനെയും കൊണ്ട് ഫോട്ടോ എടുക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ ധാവൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ കൈവയ്ക്ക് ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരാണെങ്കിൽ കുറേ ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെ ഫോട്ടോയൊക്കെ വാങ്ങിച്ചുകൊണ്ട് അവർ റെസ്റ്റോറൻറ്റിൽ വന്നിരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുന്ന ടൈമിന് സിയോങ് ആണെങ്കിൽ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ധാവനാണെങ്കിൽ നീ അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ പോകണമെന്ന് വെച്ചപ്പോൾ സിയോങ് ആണെങ്കിൽ നല്ല അടിപൊളി ഫോട്ടോയിലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയമാണ് അങ്ങോട്ടേക്ക് ഗുൻഹോയും പിന്നെ അവൻ്റെ കൂടാതെ നമ്മുടെ ധാവൻ്റെ കൂടെ പിടിച്ച മറ്റൊരു ഫ്രണ്ടും വരുന്നത്. അവർ രണ്ടുപേരും ജെയിമിൻ പറഞ്ഞിട്ടായിരിക്കും മേ ബി ഇങ്ങോട്ടേ കറക്റ്റ് എത്തിക്കുന്നത്. കറക്റ്റ് വന്നിട്ട് ധാവൻ നിന്നെ ഇവിടെ കണ്ടല്ലോ, എനിക്ക് ഹാപ്പി ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. ആ സമയം ധാവനായാലും സിയോങ് ആയാലും ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ ഉദ്ദേശിച്ചാണെന്ന് പറയാൻ വരുന്നുണ്ട്. എന്നാൽ ഫ്രണ്ട്സ് ആണെങ്കിൽ അവർക്കെന്ത് അധികാരമുള്ളതുപോലെ ഞങ്ങൾ നിൻ്റെ അടുത്തിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കുറേ സംസാരിക്കുന്നുണ്ട്. ആ സമയം ജുൻഹോ നീയാണെങ്കിൽ റിയോയിൽ വരേണ്ടതായിരുന്നു, നീ എന്തിനാ പൊക്കളങ്ങെന്നൊക്കെ പറഞ്ഞപ്പോൾ കമ്പനിയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം നീ അതിന് തന്നെ പോയതാണോ എന്ന് അവൻ ചോദിക്കുമ്പോൾ അതേന്ന് പറയുന്നുണ്ട്. അതേസമയം ജുൻഹോ ആണെങ്കിൽ ജെയിമിനും വന്നില്ലായിരുന്നു, കുഴപ്പമില്ല നമുക്ക് നെക്സ്റ്റ് ടൈം മീറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ധാവൻ കോളേജിൽ പഠിക്കുമ്പോൾ എങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു, ഇപ്പോൾ ജോലിയൊക്കെ കിട്ടിയപ്പോൾ എക്സ്പെൻസീവ് ഡ്രസ്സൊക്കെ ഇടാൻ തുടങ്ങി. എന്നാൽ കോളേജിലായിരുന്നപ്പോൾ അവനാകെ 2-3 തുണിയേ ഉണ്ടായിരുന്നുള്ളൂ. അവനാണെങ്കിൽ പിന്നെ എപ്പോഴും അവൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡൊക്കെ വന്നിട്ട് അവനാണെങ്കിൽ ടിഷ്യൂ പേപ്പറൊക്കെ കൊണ്ട് നടക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഒരുമാതിരി കളിയാക്കുവാണ്. ആ സമയം ധാവൻ ഇറിറ്റേറ്റഡ് ആയിട്ട് അവനാണെങ്കിൽ ഞാൻ വാഷ്റൂമിൽ പോയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് മാറുന്നുണ്ട്. അതേസമയം തന്നെ സിയോങ്ങിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ സിയോങ്ങിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ ജുൻഹോ പറയുന്ന സമയത്ത് സിയോങ് ആണെങ്കിൽ നീയാണെങ്കിൽ അവനുമായിട്ട് എത്ര ക്ലോസ് ആണെങ്കിലും
അതിര് കടന്ന് പെരുമാറി അവനെപ്പറ്റി ഇങ്ങനെ മോശം പറയാനുള്ള അധികാരം നിനക്കുണ്ടെന്ന് എനിക്ക് തീരെ തോന്നുന്നില്ല. വെറുതെ അനാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കരുതെന്ന് പറയുന്നുണ്ട്. ആ സമയം ജുൻഹോ ആണെങ്കിൽ ഒരുമാതിരി ആവുന്നുണ്ട്. എന്നാലും പറയാണ്, നിനക്കൊരു കാര്യം അറിയോ, നീയാണെങ്കിൽ ദാവോ എന്നെ ഒരുപാട് കെയർ ചെയ്യാനൊന്നും പോകണ്ട. ആരൊക്കെ അവനെ കെയർ ചെയ്യുന്നു അവരെയെല്ലാം അവൻ ലവ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ആ സമയം സിയോങ് ആണെങ്കിൽ അയ്യോ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ, അവനെ ഞാൻ കെയർ ചെയ്യുന്നുണ്ട്, പക്ഷേ അവൻ എന്നെയല്ല എനിക്ക് അവനെ ഇഷ്ടം. നീയാണെങ്കിൽ അറിഞ്ഞുകൂടാതെ ചുമ്മാ ഓരോന്ന് ഉണ്ടാക്കാൻ വരില്ലെന്ന് പറഞ്ഞിട്ട് സിയോങ്ങും ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ദാവോനപ്പോൾ വാഷ്റൂമിൽ പോവാതെ സിയോങ് അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതെല്ലാം അവിടെ സൈഡിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സിയോങ് ആണെങ്കിൽ എഴുന്നേറ്റ് നിന്നിട്ട് ദാവോൻ്റെ കൈയും പിടിച്ച് ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ദാവോനപ്പോൾ ഐ എം സോറി, ഞാൻ കാരണമല്ലേ നിനക്ക് അവനുമായിട്ടൊക്കെ സംസാരിക്കേണ്ടി വന്നതെന്ന് പറയുമ്പോഴത്തേക്കും സിയോങ് ആണെങ്കിൽ സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ സ്നേഹിക്കുന്ന ആളെ പറ്റി ആര് മോശം പറഞ്ഞാലും അത് കേട്ടോട്ടിക്ക് എനിക്ക് പറ്റത്തില്ല, പിന്നെ അവന് നിന്നെപ്പറ്റി ഇങ്ങനെ മോശം പറയാനും ഒട്ടും അധികാരമില്ല എന്ന് പറഞ്ഞിട്ട് ദാവോൻ്റെ കൈ പിടിച്ചിട്ട് അവനൊന്ന് കംഫർട്ടബിൾ ആക്കുന്നുണ്ട്. അതിനുശേഷം ജെയിമിനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ വർക്ക് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും നേരെ അവനെ കാണാനായിട്ട് ജുൻഹോ അങ്ങോട്ടേക്ക് വന്നിട്ട് ശരിക്കും ദാവോൻ്റെ കൂടെയായിട്ട് ഒരു പയ്യനുണ്ടായിരുന്നു. അവരെ കണ്ടിട്ട് ഭയങ്കര ക്ലോസ് ആണെന്നാണ് തോന്നുന്നത്. ഞാൻ ഇതെല്ലാം വന്ന് പറഞ്ഞു തന്നില്ലേ, ഇനിയാണെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇൻഫർമേഷൻ എനിക്ക് തരാമെന്ന് വെച്ചപ്പോൾ ഞാൻ നിനക്ക് ഇമെയിൽ അയച്ചു തരാമെന്ന് ജെയിമിൻ പറയുന്നുണ്ട്. അങ്ങനെ ജുൻഹോ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയം ജെയിമിൻ എന്താ ആലോചിക്കുന്നുണ്ട്. അടുത്ത് സുഹ്യോനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ അവൻ്റെ അമ്മയോട് ഒരു കഫേയിൽ ഇരിക്കുകയാണ്. ആ സമയം അവൻ്റെ അമ്മ നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അവനൊന്നും പറയുന്നില്ല. അമ്മയാണെങ്കിൽ ദേഷ്യത്തിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ആ സമയം ജെയിമിൻ അങ്ങോട്ടേക്ക് വന്നിട്ട് എനിക്ക് എൻ്റെ അടുത്ത് കുറച്ച് കാര്യം സംസാരിക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും സുഹ്യോനാണെങ്കിൽ ഞാനിവിടെ ഉണ്ടെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി എന്ന് വെച്ചപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഈസിയാണെന്ന് ജെയിമിൻ പറയുന്നുണ്ട്. സുഹ്യോനപ്പോൾ ശരി എന്താണെന്ന് വെച്ചാൽ പറയും, ഞാൻ ടയേർഡാണെന്ന് നിനക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം ജെയിമിനാണെങ്കിൽ നീ ദാവോണിനെ മീറ്റ് ചെയ്തെങ്കിലും എൻ്റെ കാര്യങ്ങളൊന്നും അവനോട് തുറന്നു പറയാൻ പറ്റിയില്ലല്ലേ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും സുഹ്യോനാണെങ്കിൽ തുറന്നു പറയാൻ പറ്റാത്തതല്ല ഞാനായിട്ട് പറയാത്തതെന്ന് പറയുന്നുണ്ട്. ആ സമയം ജെയിമിനാണെങ്കിൽ സിയോങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ട് നിനക്കാണെങ്കിൽ ദാവോണിനെ കിട്ടുന്നില്ലല്ലേ, സിയോങ് അവനെ കൊണ്ടുപോയല്ലേ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും സുഹ്യോൻ ചിരിച്ചിട്ട് ആക്ച്വലി കിട്ടാത്തത് എനിക്കല്ല നിനക്കാണ്, നീ 11 വർഷമായിട്ട് ദാവോൻ്റെ കൂടെ നിന്നിട്ട് നിനക്ക് ഒരിക്കലെങ്കിലും അവനെ കിട്ടിയോടാന്ന് വെച്ചിട്ട് ഇവൻ ഒരുമാതിരി അങ്ങ് പുച്ഛിക്കുന്നുണ്ട്. ജെയിമിനപ്പോൾ ദാവോനെ ആർക്ക് കിട്ടുമെന്ന് നമുക്ക് നോക്കാമെന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ സുഫിയാൻ പോകാനായിട്ട് എഴുന്നേക്കാണ്. പോകുന്നതിന് മുമ്പേ ജെയിമിൻ്റെ അടുത്ത് ബാക്കിയുള്ളവരെ ഒരുമാതിരി ഒരു ഭ്രാന്തനെ പോലെ നിരീക്ഷിക്കുന്ന നിർത്ത് ഭയങ്കര മോശമാണെന്ന് പറഞ്ഞിട്ട് അങ്ങ് നടന്നു പോവാണ്. ജെയിമിനപ്പോൾ ഒന്ന് ചിരിക്കുന്നുണ്ട്. അതിനുശേഷം സിയോങ്ങിനെ ദാവോനെയും കാണിക്കുമ്പോൾ അവരിപ്പോൾ ഇങ്ങനെ തിരിച്ച് നടന്നു പൊക്കോണ്ടിരിക്കുകയാണ്. ആ സമയം അവരാണെങ്കിൽ കമ്പനിയിലെ വർക്കിൻ്റെ കാര്യവും ആ കൺസ്ട്രക്ഷൻ വർക്കിൽ ദാവോനാണെങ്കിൽ ഭയങ്കര ഇഷ്ടത്തോടെയാണല്ലോ ചെയ്യുന്നത്. അത് ഡ്രീം പ്രോജക്റ്റാണോ, അത് ചെയ്തിട്ട് എബ്രോഡ് പോയി വർക്ക് ചെയ്യാനാണോ ആഗ്രഹം, അതുകൊണ്ടാണോ അത് നന്നായിട്ട് ചെയ്യുന്നതെന്നൊക്കെ സിയോങ് ചോദിക്കുമ്പോൾ ഫസ്റ്റ് അങ്ങനെയായിരുന്നു, പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല, എൻ്റെ ജോലി ആയതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം ദാവോനാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ അപ്പം നിനക്കതൊരു ആഗ്രഹമാണല്ലേ, എനിക്കും പല ആഗ്രഹങ്ങളും ഉണ്ട്, നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്ത് ഈ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാമെന്ന് സിയോങ് പറയാണ്. അതേസമയം ദാവോങ് ആണെങ്കിൽ സിയോങ്ങിൻ്റെ അടുത്ത് താങ്ക്സ് പറയുന്നുണ്ട്. സിയോങ് അപ്പോൾ എൻ്റെ അടുത്ത് താങ്ക്സ് പറയാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും അറിയാം, പക്ഷേ എനിക്ക് ഇന്നൊരു ദിവസം പറയണമെന്ന് തോന്നി, കാരണം നീ എന്നെ അത്രയ്ക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് സിയോങ്ങിൻ്റെ അടുത്ത് ദാവോൻ പറയാണ്. എന്നിട്ട് ദാവോൻ അതിന് പകരമായിട്ട് ഞാൻ നിനക്ക് എന്താ ചെയ്തു തരേണ്ടത്, നീ പറഞ്ഞോ ഞാൻ നിനക്ക് ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട്. ആ സമയം സിയോങ് ആണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല, ഒന്നുണ്ട്, നമ്മൾ ജോലി സ്ഥലത്തല്ലാത്ത ടൈമിന് നമുക്ക് പരസ്പരം കംഫർട്ടബിളായിട്ട് സംസാരിക്കാം, ഈ ഫോർമാലിറ്റി ഒന്നും വേണ്ടാന്ന് പറയുന്നുണ്ട്. ദാവോനും സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം നേരെ ദാവോൻ്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ദാവോൻ എൻ്റെ റൂമിലേക്ക് കയറുന്നതിന് മുമ്പേ തന്നെ സിയോങ് ആണെങ്കിൽ ഒരൊറ്റ പ്രാവശ്യമെന്ന് പറഞ്ഞിട്ട് ദാവോനൊന്ന് ഹഗ് ചെയ്യുന്നുണ്ട്. ദാവോനാണെങ്കിൽ തിരിച്ച് ഹഗ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹഗ് ചെയ്ത് കഴിയുന്നതും അങ്ങോട്ടേക്ക് സുഹ്യോൻ വന്നിട്ട് നീ വരാൻ ലേറ്റായല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം സുഹ്യോനെ കാണുമ്പോൾ ദാവോനാണെങ്കിൽ ഒന്ന് ഷോക്കായിട്ട് നീ എന്താ ഇവിടെ നോക്കിയാണ്. ആ സമയം സുഹ്യോൻ ഒരു കാര്യം ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ദാവോൻ്റെ കൈയും പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്നാൽ സിയോങ് അങ്ങോട്ടേക്ക് വന്നിട്ട് ദാവോനെ സുഹ്യോൻ്റെ അടുത്ത് നിന്ന് പിടിച്ച് മാറ്റുവാണ്. ആ സമയം സുഹ്യോൻ മാറാൻ പറയുമ്പോൾ മാറേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് സിയോങ് തിരിച്ച് പറയുന്നുണ്ട്. ആ സമയം സുഹ്യോൻ ദാവോൻ്റെ അടുത്ത് ഇവൻ എന്നെ നേരെ അറിയത്തില്ല എന്ന് തോന്നുന്നു, ഞാൻ ആരാണെന്ന് നീ ഇവനൊന്ന് പറഞ്ഞു കൊടുക്ക്, ഞാനാണെങ്കിൽ ഇവന് വർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാക്കട്ടെ, ഇവൻ്റെ ജോലി ഞാൻ കളഞ്ഞു കൊടുക്കട്ടെ എന്ന് ദാവോൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. ദാവോനാണെങ്കിൽ ഈ ട്രാപ്പിൽ വീഴുമെന്ന് സുഹ്യോനെ നന്നായിട്ട് അറിയാം, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സിയോങ്ങിൻ്റെ ലൈഫ് നശിപ്പിക്കട്ടെ എന്ന് ദാവോൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സമയം ദാവോങ് ആണെങ്കിൽ ജുൻഹോനെ അന്ന് നമ്മുടെ ദാവോൻ്റെ ഫോട്ടോസ് എടുക്കുന്ന ടൈമിന് അങ്ങോട്ടേക്ക് വന്നിട്ട് സുഹ്യോൻ ജുൻഹോനെ എടുത്തിട്ട് അടിക്കുന്നത് ഇവൻ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അടിക്കുന്ന ടൈമിന് ഒരു ഗ്ലാസ് ബോട്ടിലൊക്കെ എടുത്തിട്ട് അവൻ തലക്കെടുത്തൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ എങ്ങാനും സിയോങ്ങിന് ഇവൻ വല്ലതും ചെയ്ത് കളയുമെന്ന് പേടിച്ചിട്ട് ദാവോങ് ആണെങ്കിൽ വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് സുഹ്യോൻ്റെ കൈയും പിടിച്ച് നിൽക്കുകയാണ്. സുഹ്യോനപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്, നിൻ്റെ റൂമിലോട്ടാണോ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ദാവോനാണെങ്കിൽ സമ്മതിച്ച് കൊടുത്തില്ലേ, എന്തെങ്കിലും സിയോങ്ങിനെ ചെയ്ത് കളയുമെന്ന് മനസ്സിലായിട്ട് ആ റൂമിലോട്ടാ വാ നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. ആ സമയം സുഹ്യോനാണെങ്കിൽ സിയോങ്ങിൻ്റെ അടുത്ത് കണ്ട അവൻ റൂമിലോട്ട് വിളിക്കുന്ന കണ്ടോ, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റോടാ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ
സമയം സിയോങ് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഹേർട്ടായി നിൽക്കുന്നുണ്ട്. അതേസമയം ദാവോങ് ആണെങ്കിൽ സുഹ്യോനെ അങ്ങനെ വിളിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും സിയോങ് അവിടെ നിന്നുകൊണ്ട് ദാവോൻ പോവല്ലേ, പ്ലീസ് നീ പോവല്ലേ എന്ന് പറയുന്നുണ്ട്. സിയോങ് ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും ദാവോണിന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡോടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.